ഹസ്ബൻഡിന്റെ പൈസ കൊണ്ട് തന്നെ ഹസ്ബൻഡിന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ വരിക. ഈ സ്ത്രീകൾ പലപ്പോഴും ജോലിക്ക് പോകണം, ഇൻഡിപെൻഡന്റ് ആവണം, എനിക്കെന്ന് പറഞ്ഞിട്ട് ഒരു 100 രൂപയെങ്കിലും എന്റെ കയ്യിൽ വേണം എന്ന് തോന്നി തുടങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയാം. വിശേഷ ദിവസം വരുമ്പോൾ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ കുട്ടികളുടെ ബർത്ത്ഡേ ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു പ്രസന്റ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഹസ്ബൻഡിന്റെ പൈസ കൊണ്ട് തന്നെ ഹസ്ബൻഡിന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ വരിക. അല്ലെങ്കിൽ വീട്ടിലേക്കൊന്ന് പോകുമ്പോൾ ഉമ്മയോ ഉപ്പയോ സങ്കടം പറയുമ്പോൾ അവരുടെ കയ്യിൽ ആരും കാണാതെ ഒരു 500 രൂപ ഒളിപ്പിച്ചു കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ അവരുടെ വിഷമങ്ങൾ കേട്ടിട്ടും അവർ ചോദിക്കുന്നത് ഒരു കൈ സഹായമാണെന്ന് അറിഞ്ഞിട്ടും ഒന്നും കൊടുക്കാൻ കയ്യിലില്ലാതെ വിമ്മിഷ്ടപ്പെട്ട് നമ്മൾ നിൽക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോഴാണ് പലപ്പോഴും എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ സ്വന്തം എന്ന് പറയാൻ 1000 രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ മൂപ്പര് വാങ്ങിത്തരുന്നത് പോലെ മൂപ്പർക്കൊരു ഗിഫ്റ്റ് എനിക്ക് വാങ്ങിക്കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ മക്കൾക്ക് ആഗ്രഹമുള്ള സാധനം അവർ പറയുമ്പോൾ ഒരു ഉമ്മ എന്നുള്ള നിലയിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും അവർ പ്രയാസപ്പെടണ സമയത്ത് ആ പ്രയാസം കണ്ടറിഞ്ഞിട്ട് പ്രയാസം മാറ്റാൻ അവരുടെ കയ്യിൽ വെച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്നൊരവസ്ഥ വരുമ്പോഴാണ്. അല്ലാതെ ഈ ലോകം വെട്ടുപിടിക്കാനോ ആരുടെ മുന്നിലും ആളാകാനോ ഒന്നുമില്ല.